സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ശ്രീകൃഷ്ണാർപ്പണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 വൈശാഖ മാസം ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെ ആചരിക്കപ്പെടുന്നു. ഈ ഒരു മാസക്കാലം പുണ്യഫലങ്ങൾ 10 ഇരട്ടിയായി ലഭിക്കുന്ന കാലമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഏറ്റവും സുലഭമായി ലഭിക്കുന്ന സമയം. ആത്മീയ മാറ്റങ്ങൾക്കുള്ള ദൈവാനുഗ്രഹിത അവസരം. ഇന്നത്തെ വീഡിയോയിൽ വൈശാഖ മാസത്തിൻ്റെ മഹിമ, പ്രാധാന്യം, ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ, ജപങ്ങൾ എന്നിവ വിശദമായി നോക്കാം. വൈശാഖ മാസം മാധവ മാസം എന്ന പേരിലും അറിയപ്പെടുന്നു. മാധവനായ ശ്രീ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമായതിനാലാണ് ഈ പേര്. പുരാണങ്ങൾ പറയുന്നത് ഈ മാസത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ശ്രീലക്ഷ്മിയോടൊപ്പം ഭൂമിയിൽ സാന്നിധ്യമായിട്ടുള്ളൂ എന്നാണ്. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? ദൈവാനുഗ്രഹം ഏറ്റവും സുലഭമായി ഉണ്ടാകുന്ന സമയം, പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഫലം ലഭിക്കുന്ന കാലഘട്ടം, പാപങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തമ അവസരം. വൈശാഖ മാസം ദൈവീകതയാൽ നിറഞ്ഞതാണ്. കാരണം ഈ മാസത്തിൽ നടന്ന പ്രധാന അവതാരങ്ങൾ നരസിംഹാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരം. നരസിംഹാവതാരം ഭക്തനെ രക്ഷിക്കാനാണെങ്കിൽ പരശുരാമാവതാരം അധർമ്മനാശത്തിനായിട്ടായിരുന്നു. ബലരാമാവതാരം ധർമ്മത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കാനും. പുരാണ വിശ്വാസപ്രകാരം പരശുരാമനും ബലരാമനും അക്ഷയ തൃതീയയിലും നരസിംഹാവതാരം ശുക്ല ചതുർദശിയിലുമാണ് സംഭവിച്ചത്. ഇത് ഈ മാസത്തെ കൂടുതൽ ശക്തിയേറിയതാക്കുന്നു. വൈശാഖ മാസത്തിൽ ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും 10 മടങ്ങ് ഫലം ലഭിക്കും. ഇതിൽ ഉൾപ്പെടുന്നത് ദാനം, ജപം, വ്രതം, ധ്യാനം, തീർത്ഥസ്നാനം. സാധാരണ ദിവസങ്ങളിൽ ചെറുതായി തോന്നുന്ന പ്രവർത്തനങ്ങൾ ഈ മാസത്തിൽ മഹാപുണ്യമായി മാറുന്നു. രാവിലെയും വൈകുന്നേരവും ദീപം കൊളുത്തി നാരായണനാമം ജപിക്കുക. ഓം നമോ നാരായണായ എന്ന മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. പാരായണം ചെയ്യേണ്ടവ വിഷ്ണു സഹസ്രനാമം, ഭാഗവതം, നാരായണീയം. ധ്യാനം ചെയ്യുമ്പോൾ ശ്രീ മഹാവിഷ്ണുവിൻ്റെ രൂപം മനസ്സിൽ ധ്യാനിക്കുക. വൈശാഖ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഐശ്വര്യവും സമ്പത്തും നൽകും, മാനസിക ശാന്തി നൽകും. ഈ മാസത്തിലെ പ്രധാന ദിവസങ്ങൾ ദ്വാദശി, പൗർണമി എന്നിവയാണ്. ഈ ദിവസങ്ങൾ വ്രതമെടുക്കുന്നതും ഉത്തമമാണ്. വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനം വളരെ പ്രധാനമാണ്. എല്ലാ പുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യം ജലാശയങ്ങളിലുണ്ടാകും എന്നാണ് വിശ്വാസം. അതിനാൽ ഒരു സാധാരണ സ്നാനം പോലും സർവ്വ തീർത്ഥ സ്നാന ഫലം നൽകും. ഈ മാസത്തിൽ കലിയുഗത്തിൽ ഏറ്റവും ശക്തിയേറിയ നാമജപം, അതായത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം 9 തവണ ജപിച്ചാൽ മനസ്സിലെ ദോഷങ്ങൾ നീങ്ങും. 108 തവണ ജപിച്ചാൽ ആത്മശുദ്ധിയും സമാധാനവും ലഭിക്കും. ഈ മാസത്തിൽ ഭക്തിയോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പാപനിവൃത്തിക്കും, മനസ്സിൽ സമാധാനം നൽകാനും, കുടുംബ ഐക്യം വർദ്ധിപ്പിക്കാനും, ഐശ്വര്യവും സമ്പത്തും നിലനിർത്താനും ഫലം ചെയ്യും. ഏറ്റവും പ്രധാനമായി ദൈവസന്നിധി അനുഭവിക്കാൻ സാധിക്കും. ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയുള്ള ഈ പുണ്യകാലം നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ജീവിതം ലഭിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.